ഹലോ സ്റ്റുഡൻസ്, എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ബികോം 6th സെമസ്റ്ററിലെ കോഓപ്പറേറ്റീവ് മാനേജ്മെൻറ്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ, അതായത് കോഓപ്പറേഷൻ 4th പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കോഓപ്പറേറ്റീവ് ഓഡിറ്റ്. കോഓപ്പറേറ്റീവ് ഓഡിറ്റുമായി ബന്ധപ്പെട്ട് നമുക്ക് മുൻവർഷങ്ങളിലൊക്കെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ എക്സാമിന് കാണാറുണ്ട്. അതായത് ഒഴിവാക്കാൻ പറ്റാത്തൊരു ടോപ്പിക്കാണ് കോഓപ്പറേറ്റീവ് ഓഡിറ്റ് എന്ന് പറയുന്നത്. മിക്ക ചോദ്യങ്ങളും, അതായത് മുൻവർഷങ്ങളിലൊക്കെ എസ്എ ടൈപ്പ് പോലും കോഓപ്പറേറ്റീവ് ഓഡിറ്റിനെ സംബന്ധിച്ചിട്ട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത് കോഓപ്പറേറ്റീവ് ഓഡിറ്റുമായി ബന്ധപ്പെട്ട് എക്സാമിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് പ്രധാനപ്പെട്ട ചില ടോപ്പിക്കുകളാണ്. അപ്പോൾ അതേപോലെ പഠിക്കാൻ ശ്രമിക്കുക. കൃത്യമായിട്ട് ക്ലാസ് കേൾക്കുന്ന സമയത്ത് തന്നെ പഠിച്ചു പോവുക. സിമ്പിളായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ പഠിക്കുക. ഇനി ഓരോ പോയിന്റ് പഠിക്കുന്ന സമയത്ത് മനസ്സിലാക്കിയിട്ട് പഠിക്കുക. ഇനി കൂടുതലായിട്ട് വലിയ മെത്തേഡിലൊക്കെ ചോദ്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ അതിനുകൂടെ അഡീഷണൽ ആയിട്ട് എക്സ്പ്രഷൻ വെച്ചിട്ട് എഴുതാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക. നമുക്ക് കോഓപ്പറേറ്റീവ് ഓഡിറ്റ് എന്ന് പറയുന്നതിന് മുമ്പ് ഓഡിറ്റ് നമുക്കറിയാം അല്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? എക്സാമിനേഷൻ അല്ലെങ്കിൽ ഇൻസ്പെക്ഷൻ ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് സ്ഥാപനങ്ങളിലെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എക്സാമിൻ ചെയ്യുക അല്ലെങ്കിൽ ഇൻസ്പെക്ട് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ട്? അതിൻ്റെ കറക്റ്റ്നെസ്, അതിൻ്റെ കൃത്യതയൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? ബുക്സ് ഓഫ് അക്കൗണ്ട് ഇൻസ്പെക്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഇത് ഓഡിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കോഓപ്പറേറ്റീവ് സ്ഥാപനങ്ങളെ സംബന്ധിച്ച് അവരുടെ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യേണ്ടി വരുന്നുണ്ട്? ഓഡിറ്റ് ചെയ്യേണ്ടി വരുന്നുണ്ട് അല്ലേ? അതിൻ്റെ കൃത്യതയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യേണ്ടി വരും? ഓഡിറ്റ് ചെയ്യേണ്ടി വരും. ഈ കോഓപ്പറേറ്റീവ് സ്ഥാപനങ്ങളുടെ ഓഡിറ്റ് നടത്തുന്നതിൻ്റെ ചുമതല എന്ന് പറയുന്നത് സംസ്ഥാന ഗവൺമെൻറ്റിനാണ്, സ്റ്റേറ്റിനാണ്. ഓക്കെ, അപ്പോൾ മറ്റ് കമ്പനികളുടെ, നമ്മൾ സാധാരണ പഠിക്കുന്ന കമ്പനി ഓഡിറ്റ് അല്ലെങ്കിൽ ജനറൽ ഓഡിറ്റിൻ്റെ ചുമതല എന്ന് പറയുന്നത് കമ്പനികൾക്കായിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് നോക്കാം കോഓപ്പറേറ്റീവ് ഓഡിറ്റ് എന്താണെന്ന്. ഓക്കെ, ശ്രദ്ധിക്കാം. സെക്ഷൻ 63 ഓഫ് ദ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഡീൽസ് വിത്ത് ഓഡിറ്റ്. കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിൻ്റെ സെക്ഷൻ 63 ഇതിനെക്കുറിച്ച് പറയുന്നത്, ഓഡിറ്റിനെ കുറിച്ച് പറയുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് എക്സാമിനേഷൻ ഓഫ് ദ ഓവർ ഡ്യൂ ഡെപ്റ്റ് ഇഫ് എനി. അതിലെന്തൊക്കെ വരുന്നുണ്ട്? എക്സാമിനേഷൻ ഓഫ് ദ ഓവർ ഡ്യൂ ഡെപ്റ്റ് ഇഫ് എനി. ഓവർ ഡ്യൂ ആയിട്ടുള്ള ഡെപ്റ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് എക്സാമിൻ ചെയ്യാം. അങ്ങനെ ഉണ്ടെങ്കിൽ വെരിഫിക്കേഷൻ ഓഫ് ക്യാഷ് ബാലൻസസ് ആൻഡ് സെക്യൂരിറ്റീസ്. കോഓപ്പറേറ്റീവ് സ്ഥാപനങ്ങളിലെ ക്യാഷ് ബാലൻസും അവിടെയുള്ള സെക്യൂരിറ്റീസും കാര്യങ്ങളൊക്കെ വെരിഫൈ ചെയ്യാം. ആൻഡ് എനി അതർ മാറ്റേഴ്സ് പ്രിസ്ക്രൈബ്ഡ്. മറ്റെന്തെങ്കിലും കാര്യങ്ങൾ പ്രതിപാദിക്കുന്നുണ്ടെങ്കിൽ അതുകൂടെ ചെക്ക് ചെയ്യുക അല്ലെങ്കിൽ എക്സാമിൻ ചെയ്യുക. ഈ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരിക, കോഓപ്പറേറ്റീവ് ഓഡിറ്റിൽ വരിക. ശ്രദ്ധിക്കുക. സെക്ഷൻ 63 ഓഫ് ദ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഡീൽസ് വിത്ത് ഓഡിറ്റ്. It includes examination of the overdue debt if any, verification of cash balances and securities of the society and any other matters prescribed. Okay. Next, features of cooperative audit. എന്തൊക്കെയാണ് കോഓപ്പറേറ്റീവ് ഓഡിറ്റിൻ്റെ ഫീച്ചേഴ്സ്? ഫസ്റ്റ് വൺ ശ്രദ്ധിക്കുക. അദറൻസ് ടു കോഓപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്. അദറൻസ് മീൻസ് സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ ഫോളോ ചെയ്യുക. ടു കോഓപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്, കോഓപ്പറേറ്റീവ് തത്വങ്ങളെ അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസിനെ ഫോളോ ചെയ്തുകൊണ്ടുള്ളത് അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ളതാണ് ഇത് കോഓപ്പറേറ്റീവ് ഓഡിറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഒബ്സർവൻസ് ഓഫ് പ്രൊവിഷൻസ് ഓഫ് ആക്ട്, റൂൾസ് ആൻഡ് ബൈലോസ്. അതായത് കോഓപ്പറേറ്റീവ് ഓഡിറ്റ് എന്തിനെ പരിഗണിച്ചുകൊണ്ട് അല്ലെങ്കിൽ എന്തിനെ ഒബ്സർവ് ചെയ്തുകൊണ്ട് അതിൻ്റെ നിയമങ്ങളും അതിൻ്റെ ബൈലോസും കാര്യങ്ങളും ഒക്കെ അനുസരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒബ്സർവ് ചെയ്തുകൊണ്ടുള്ളതായിരിക്കും ഇത് കോഓപ്പറേറ്റീവ് ഓഡിറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, വാലുവേഷൻ ഓഫ് സെക്യൂരിറ്റീസ്. കോഓപ്പറേറ്റീവ് സ്ഥാപനങ്ങളിലുള്ള സെക്യൂരിറ്റീസ് എന്ത് ചെയ്യും? വാലുവേഷൻ നടത്തും. നെക്സ്റ്റ്, നാലാമത്തത് വെരിഫിക്കേഷൻ ഓഫ് ബാലൻസസ് ഓഫ് ഡെപ്പോസിറ്റേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ്. അതായത് ഡെപ്പോസിറ്റേഴ്സിൻ്റെയും അതേപോലെ തന്നെ ക്രെഡിറ്റേഴ്സിൻ്റെയും ബാലൻസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും? വെരിഫൈ ചെയ്യും. എക്സാമിനേഷൻ ഓഫ് ഓവർ ഡ്യൂ ഡെപ്റ്റ്. ഓവർ ഡ്യൂ ആയിട്ടുള്ള കടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് എക്സാമിൻ ചെയ്യും. പേഴ്സണൽ വെരിഫിക്കേഷൻ ഓഫ് മെമ്പേഴ്സ് ലോൺ. അവിടെ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയതുകൊണ്ടാണ് മാറ്റി എഴുതിയത്. പേഴ്സണൽ വെരിഫിക്കേഷൻ ഓഫ് മെമ്പേഴ്സ് ലോൺ ആൻഡ് എക്സാമിനേഷൻ ഓഫ് ദർ പാസ്ബുക്ക്. പേഴ്സണൽ വെരിഫിക്കേഷൻ ഓഫ് മെമ്പേഴ്സ് ലോൺ, അതായത് മെമ്പേഴ്സിൻ്റെ ലോണും കാര്യങ്ങളൊക്കെ വെരിഫൈ ചെയ്യുകയും ആൻഡ് എക്സാമിനേഷൻ ഓഫ് ദർ പാസ്ബുക്ക്, അവരുടെ പാസ്ബുക്ക് എക്സാമിൻ ചെയ്യുകയും ചെയ്യും. ഡിസ്കഷൻ ഓഫ് ഡ്രാഫ്റ്റ് ഓഡിറ്റ് റിപ്പോർട്ട് വിത്ത് മാനേജിംഗ് കമ്മിറ്റി. ഡ്രാഫ്റ്റ് ഓഡിറ്റ് റിപ്പോർട്ട് ആരുമായിട്ട് ഡിസ്കസ് ചെയ്യുക? മാനേജിംഗ് കമ്മിറ്റിയുമായിട്ട് ഡിസ്കസ് ചെയ്യും. ഓഡിറ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് സൊസൈറ്റി. ഓഡിറ്റ് ക്ലാസിഫിക്കേഷൻ നടത്തും. ഓഡിറ്റ് ക്ലാസിഫിക്കേഷൻ ഈസ് ബേസ്ഡ് ഓൺ ദി പെർഫോമൻസ് ഓഫ് ദി ഓവറോൾ പെർഫോമൻസ് ഓഫ് ദ സൊസൈറ്റി. സൊസൈറ്റിയുടെ മൊത്തം പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത് നടത്തുക? ഓഡിറ്റ് ക്ലാസിഫിക്കേഷൻ നടത്തുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇത് ഫീച്ചേഴ്സ് ഓഫ് കോഓപ്പറേറ്റീവ് ഓഡിറ്റ്. ഒന്നുകൂടെ ശ്രദ്ധിക്കുക. അദറൻസ് ടു കോഓപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്, ഒബ്സർവൻസ് ഓഫ് പ്രൊവിഷൻസ് ഓഫ് ആക്ട്, റൂൾസ് ആൻഡ് ബൈലോസ്, വാലുവേഷൻ ഓഫ് സെക്യൂരിറ്റീസ്, verification of balances of depositors and creditors, examination of overdue debt, personal verification of members' loan and examination of their passbook,
ഡിസ്കഷൻ ഓഫ് ഡ്രാഫ്റ്റ് ഓഡിറ്റ് റിപ്പോർട്ട് വിത്ത് മാനേജിംഗ് കമ്മിറ്റി, ഓഡിറ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് സൊസൈറ്റി. അപ്പോൾ മനസ്സിലാക്കിയിട്ട് പഠിച്ചോളാം, പോയിന്റ് കൃത്യമായിട്ട് പഠിച്ചോളാം. മുൻവർഷം എസ്എ ടൈപ്പ് ചോദിച്ചൊരു ചോദ്യമാണ്, എന്താണ് കോപ്പറേറ്റീവ് ഓഡിറ്റും ഫീച്ചേഴ്സ് ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റും. അപ്പോൾ പറയുന്ന സമയത്ത് കൃത്യമായിട്ട് പഠിക്കുക. വലിയ മെത്തേഡ് ഞാൻ പറഞ്ഞു, വലിയ മെത്തേഡ് ചോദ്യങ്ങളാണ് വരുന്നതെങ്കിൽ ഇതിന് എക്സ്പ്ലനേഷൻ വെച്ചിട്ട് എഴുതിക്കോളൂ. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ഭാഗമാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ്. കോപ്പറേറ്റീവ് ഓഡിറ്റിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ ശ്രദ്ധിക്കുക, വെരിഫിക്കേഷൻ ഓഫ് ദ ആക്യുറസി ഓഫ് ദി ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. കോപ്പറേറ്റീവ് ഓഡിറ്റിൻ്റെ എല്ലാ ഓഡിറ്റിൻ്റെയും ഒരു ഒബ്ജക്റ്റീവാണ് ഇത്, വെരിഫിക്കേഷൻ ഓഫ് ദ ആക്യുറസി ഓഫ് ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. ബുക്സ് ഓഫ് അക്കൗണ്ട്സിൻ്റെ കൃത്യത വെരിഫൈ ചെയ്യാം. നെക്സ്റ്റ്, ഡിറ്റക്ഷൻ ഓഫ് ക്ലറിക്കൽ എറേഴ്സ് and errors of principles and prevention of such errors. Detection of clerical errors. അതേപോലെ തന്നെ എറർസ് ഓഫ് പ്രിൻസിപ്പിൾസ്, അതായത് തത്വങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഫോളോ ചെയ്യാത്തത് കൊണ്ടുണ്ടാകുന്ന തെറ്റുകളാണ് ഇത് എറർസ് ഓഫ് പ്രിൻസിപ്പിൾസ് എന്ന് പറയാം. ആൻഡ് പ്രിവെൻഷൻ ഓഫ് സച്ച് എറേഴ്സ്, അങ്ങനെയുള്ള തെറ്റുകളൊക്കെ എന്ത് ചെയ്യുക, പ്രിവെൻറ്റ് ചെയ്യാം. ഡിറ്റക്ഷൻ ഓഫ്, അതായത് ഡിറ്റക്ഷൻ ഓഫ് ക്ലറിക്കൽ എറേഴ്സ് ആൻഡ് എറർസ് ഓഫ് പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രിവെൻഷൻ ഓഫ് സച്ച് എറേഴ്സ്. മൂന്നാമത്തത് ഡിറ്റക്ഷൻ ആൻഡ് പ്രിവെൻഷൻ ഓഫ് ഫ്രോഡ്, എന്തെങ്കിലും തരത്തിലുള്ള ഫ്രോഡോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് കണ്ടെത്തുകയും അത് പ്രിവെൻറ്റ് ചെയ്യുകയും ചെയ്യുക. നെക്സ്റ്റ് നാലാമത്തത് എക്സാമിനേഷൻ ഓഫ് ദ അഫയേഴ്സ് ഓഫ് ദി സൊസൈറ്റി. സൊസൈറ്റിയുടെ ഇടപാടുകളും കാര്യങ്ങളും മറ്റ് രീതികളും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, എക്സാമിൻ ചെയ്യുക. നെക്സ്റ്റ്, അസസ്മെൻറ്റ് ഓഫ് ദ കണ്ടീഷൻസ് ഓഫ് ദ മെമ്പേഴ്സ്, പെർട്ടിക്കുലർലി ദർ എക്കണോമിക് കണ്ടീഷൻസ് ഹാവ് ഇംപ്രൂവ്ഡ് ബൈ ദ ഓപ്പറേഷൻസ് ഓഫ് ദി സൊസൈറ്റി. എന്ത് നോക്കുക, അസസ്മെൻറ്റ് ഓഫ് ദ കണ്ടീഷൻസ് ഓഫ് ദ മെമ്പേഴ്സ്, സൊസൈറ്റിയുടെ മെമ്പേഴ്സിൻ്റെ കണ്ടീഷൻസ് അസസ് ചെയ്യുക. പ്രത്യേകിച്ച് എന്ത് ചെയ്യുക, അവരുടെ എക്കണോമിക്, അവരുടെ സാമ്പത്തിക സ്ഥിതി സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങളിലൂടെ മെച്ചപ്പെടുന്നുണ്ടോ നോക്കുക. അതായത് അവരുടെ സാമ്പത്തിക സ്ഥിതി സൊസൈറ്റിയുടെ ഓപ്പറേഷൻസ് വഴി എന്ത് ചെയ്യുക, ഇംപ്രൂവ് ആവുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇത് ഒബ്ജക്റ്റീവ്സ് ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ്. മനസ്സിലാക്കിയിട്ട് പഠിച്ചോളാം. നെക്സ്റ്റ് അടുത്തതാണ് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റർ. കോപ്പറേറ്റീവ് ഓഡിറ്ററുടെ ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസും എന്തൊക്കെയാണെന്ന് ഓക്കെ മനസ്സിലാക്കുക. ഓരോ പോയിന്റും മനസ്സിലാക്കിയിട്ട് പഠിക്കുക. ഫസ്റ്റ് വൺ, എക്സാമിനേഷൻ ഓഫ് ഓവർ ഡ്യൂ ഡെപ്റ്റ്. ഓവർ ഡ്യൂ ഡെപ്റ്റ് ഉണ്ടെങ്കിൽ അത് എക്സാമിൻ ചെയ്യാം. വെരിഫിക്കേഷൻ ഓഫ് ദി ക്യാഷ് ബാലൻസസ് ആൻഡ് സെക്യൂരിറ്റീസ്. വെരിഫിക്കേഷൻ ഓഫ് ക്യാഷ് ബാലൻസസ് ആൻഡ് സെക്യൂരിറ്റീസ്, സൊസൈറ്റികളിലെ ക്യാഷ് ബാലൻസും സെക്യൂരിറ്റീസും വെരിഫൈ ചെയ്യാം. വെരിഫിക്കേഷൻ ഓഫ് ദ അസറ്റ്സ് ആൻഡ് ലാബിലിറ്റീസ് ഓഫ് ദ സൊസൈറ്റി. സൊസൈറ്റിയുടെ അസറ്റ്സും ലാബിലിറ്റീസും വെരിഫൈ ചെയ്യാം. വാലുവേഷൻ ഓഫ് ദ അസറ്റ്സ് ആൻഡ് ലാബിലിറ്റീസ് ഓഫ് ദ സൊസൈറ്റി വെരിഫൈ ചെയ്താൽ മാത്രം പോരാ, അസറ്റ്സും ലാബിലിറ്റിയും വാലുവേഷൻ നടത്തുക. നെക്സ്റ്റ്, എക്സാമിനേഷൻ ഓഫ് ഓൾ ട്രാൻസാക്ഷൻസ് ഓഫ് ദ സൊസൈറ്റി. സൊസൈറ്റിയുടെ എല്ലാ ഇടപാടുകളും കാര്യങ്ങളും എന്ത് ചെയ്യുക, എക്സാമിൻ ചെയ്യാം. എക്സാമിനേഷൻ ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട്സ് പ്രിപ്പയർഡ് ബൈ ദ കമ്മിറ്റി. കമ്മിറ്റി പ്രിപ്പയർ ചെയ്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട്സ് എന്ത് ചെയ്യുക, എക്സാമിൻ ചെയ്യുക. ഓക്കെ, ശ്രദ്ധിക്കുന്നതോടെ എക്സാമിനേഷൻ ഓഫ് ഓവർ ഡ്യൂ ഡെപ്റ്റ്, വെരിഫിക്കേഷൻ ഓഫ് ദ ക്യാഷ് ബാലൻസസ് ആൻഡ് സെക്യൂരിറ്റീസ്, വെരിഫിക്കേഷൻ ഓഫ് ദ അസറ്റ്സ് ആൻഡ് ലാബിലിറ്റീസ് ഓഫ് ദ സൊസൈറ്റി, വാലുവേഷൻ ഓഫ് ദി അസറ്റ്സ് ആൻഡ് ലാബിലിറ്റീസ് ഓഫ് ദ സൊസൈറ്റി, എക്സാമിനേഷൻ ഓഫ് ഓൾ ട്രാൻസാക്ഷൻസ് ഓഫ് ദ സൊസൈറ്റി, എക്സാമിനേഷൻ ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട്സ് പ്രിപ്പയർഡ് ബൈ ദി കമ്മിറ്റി. ഓക്കെ അല്ലേ? നെക്സ്റ്റ്, ഡിഫറൻസ് ബിറ്റ്വീൻ കോപ്പറേറ്റീവ് ഓഡിറ്റ് ആൻഡ് ജനറൽ ഓഡിറ്റ്. കോപ്പറേറ്റീവ് ഓഡിറ്റും ജനറൽ ഓഡിറ്റും തമ്മിലുള്ള വ്യത്യാസം. ജനറൽ ഓഡിറ്റ് എന്ന് വെച്ചാൽ കമ്പനി ഓഡിറ്റ് ആവാം, അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ് എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ കോപ്പറേറ്റീവ് ഓഡിറ്റും ജനറൽ ഓഡിറ്റും തമ്മിലുള്ള വ്യത്യാസം, അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ഓഡിറ്റും കമ്പനി ഓഡിറ്റ്, അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ഓഡിറ്റും അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റും തമ്മിലുള്ള വ്യത്യാസമൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ പഠിക്കാം. ഓക്കെ, അപ്പോൾ കോപ്പറേറ്റീവ് ഓഡിറ്റും ജനറൽ ഓഡിറ്റും. കോപ്പറേറ്റീവ് ഓഡിറ്റ് ശ്രദ്ധിക്കുക. ഒന്നാമത്തത്, ഇറ്റ് ഈസ് ദ ഒബ്ലിഗേഷൻ ഓഫ് ദി സ്റ്റേറ്റ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താണ് കോപ്പറേറ്റീവ് ഓഡിറ്റ് എന്ന് പറയുന്നത്, ആരുടെ ചുമതലയാണ്, സ്റ്റേറ്റിൻ്റെ, സംസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ചുമതലയാണ്. നെക്സ്റ്റ്, ജനറൽ ഓഡിറ്റ്, ഇറ്റ് ഈസ് ദ ഒബ്ലിഗേഷൻ ഓഫ് ദ കമ്പനി. ജനറൽ ഓഡിറ്റ് അല്ലെങ്കിൽ കമ്പനി ഓഡിറ്റ് എന്ന് പറയുന്നത് ആരുടെ ചുമതലയാണ്, കമ്പനിയുടെ ചുമതലയാണ്. നെക്സ്റ്റ്, രണ്ടാമത്തത്, അപ്പോയിൻമെൻറ്റ് ഓഫ് ഓഡിറ്റർ ഈസ് മെയ്ഡ് ബൈ രജിസ്ട്രാർ. കോപ്പറേറ്റീവ് ഓഡിറ്റിലെ ഓഡിറ്റർ അപ്പോയിൻറ്റ് ചെയ്യാറാണ്, രജിസ്ട്രാറാണ്. ജനറൽ ഓഡിറ്റിൻ്റെ കേസിൽ അപ്പോയിൻമെൻറ്റ് ഓഫ് ഓഡിറ്റർ ഈസ് മെയ്ഡ് ബൈ ദി ഷെയർ ഹോൾഡേഴ്സ്. കമ്പനി ഓഡിറ്റിൻ്റെ കേസിൽ ഓഡിറ്ററെ ആരാണ് അപ്പോയിൻറ്റ് ചെയ്യുക, ഷെയർ ഹോൾഡേഴ്സ് ആണ്. നെക്സ്റ്റ്, ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട്സ് ആർ പ്രിപ്പയർഡ് ബൈ ദ ഓഡിറ്റർ. കോപ്പറേറ്റീവ് ഓഡിറ്റിൻ്റെ കേസിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാറാണ്, ഓഡിറ്ററാണ്. ജനറൽ ഓഡിറ്റിൻ്റെ കേസിൽ ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട്സ് ആർ പ്രിപ്പയർഡ് ബൈ ദി കമ്പനി. അടുത്തത്, കോപ്പറേറ്റീവ് ഓഡിറ്റിൻ്റെ കേസിൽ ദ ഓഡിറ്റർ എക്സാമിൻ ദ ഓവർ ഡ്യൂ ഡെപ്റ്റ് ആൻഡ് ഓൾസോ ദ വാല്യൂ ദി അസറ്റ്സ് ആൻഡ് ലാബിലിറ്റീസ്. ഓഡിറ്റർ എന്ത് ചെയ്യുന്നു, ഓവർ ഡ്യൂ ഡെപ്റ്റ് എക്സാമിൻ ചെയ്യുകയും അതേപോലെ തന്നെ അസറ്റും ലാബിലിറ്റിയും വാല്യൂ ചെയ്യുകയും ചെയ്യുന്നു. ഇനി ജനറൽ ഓഡിറ്റിൻ്റെ കേസിലോ,
ഇൻ എ കമ്പനി ദ ഓഡിറ്റർ സിംപ്ലി ചെക്ക് ദ വാലുവേഷൻ മെയ്ഡ് ബൈ ദ മാനേജ്മെൻറ്റ്. ജനറൽ ഓഡിറ്റിൻ്റെ കേസിൽ എന്താണ്, മാനേജ്മെൻറ്റ് വാല്യൂ ചെയ്തിരിക്കുന്നത് ഓഡിറ്റർ ചെക്ക് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് കോപ്പറേറ്റീവ് ഓഡിറ്റിൻ്റെ കേസിൽ മോർ കോംപ്രഹെൻസീവ് എൻക്വയറി, വളരെ വിശാലമായിട്ടുള്ളൊരു എൻക്വയറിയാണ് ഇവിടെ വരുന്നത് കോപ്പറേറ്റീവ് ഓഡിറ്റിൻ്റെ കേസിൽ. ജനറൽ ഓഡിറ്റിൻ്റെ കേസിൽ ലെസ് കോംപ്രഹെൻസീവ് എൻക്വയറി. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് പഠിച്ചോളാം. ഓക്കെ, ഓരോ പോയിൻറ്റും മനസ്സിലാക്കിയിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ക്ലാസ് കേൾക്കുന്ന സമയത്ത് തന്നെ പഠിക്കാൻ പോവാം. എഴുതി വെച്ച് പിന്നത്തേക്ക് മാറ്റി വെക്കണ്ട, അപ്പം തന്നെ പഠിക്കാൻ ശ്രമിക്കുക. ഇമ്പോർട്ടൻ്റ് ആണ് ഓരോ കാര്യവും. ഓക്കെ.